അമൃത മാഡം, ദേ ഇയാളുടെ കയ്യിലിരിക്കുന്നതാണോ വിൽപത്രം എന്നൊന്ന് നോക്കി. അതെ, ഇത് തന്നെയാ. ദൃശ്യങ്ങളുടെ സമയം കണക്കിലെടുത്താൽ ഏകദേശം 10 മണിയോടെ 9:57 ഈ വീടിനകത്ത് കയറിയിട്ടുണ്ട്. അന്ന് ഞാൻ ശ്യാമയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനപ്പോ ശ്യാമയുടെ മുറിയിലായിരുന്നു. പക്ഷേ വന്നയാൾ തിരിച്ചു പോയിരിക്കുന്നത് 1 മണിക്ക് ശേഷവും. അതായത് ഈ വീടിനകത്ത് കയറിയ കള്ളൻ 3 മണിക്കൂറോളം ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അയ്യോ ഈശ്വരാ. വരുൺ, അപ്പോ വന്നയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരിക്കും? എന്തായാലും മറ്റൊന്നും സംഭവിക്കാത്തതുകൊണ്ട് വിൽപത്രം തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ അതെന്തിനായിരിക്കും? മൂന്നാമതൊരാൾക്ക് ഒരു ഉപയോഗവും ഇല്ലാത്തൊരു വിൽപത്രം ഇത്രയും റിസ്ക് എടുത്ത് ഈ വീട്ടിനകത്തുനിന്ന് മോഷ്ടിക്കണമെങ്കിൽ സംതിങ് റോങ്. ശ്യാമ മാഡം, ആഭരണങ്ങളോ പണമോ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല വരുൺ, അങ്ങനെയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എങ്കിൽ പിന്നെ ACP വിളിച്ചൊന്ന് പറഞ്ഞാലോ? അദ്ദേഹം ഒന്ന് തെളിവ് മറ്റുമൊക്കെ നോക്കുമല്ലോ. എന്തായാലും റിപ്പോർട്ട് ചെയ്യണം. വരുൺ, മുൻപ് ഹോട്ടലിൽ വെച്ച് നമ്മുടെ പുറകെ വന്ന ആളില്ലേ, അതിനുശേഷം അമ്മയ്ക്ക് കയ്യിൽ വെടിയേറ്റപ്പോ അത് ചെയ്ത ആള്, അതിന്റെ ഒക്കെ വിഷ്വൽസ് ACP നമ്മളെ കാണിച്ചതല്ലേ? അതേ ആള് തന്നെയല്ലേ ഇപ്പോഴും വന്നത്? കറക്റ്റ്. അതെ, നമുക്ക് പുറകെയുള്ള ആള് ശ്യാമ മാഡത്തിന് പുറകെയുണ്ട്. മാഡം, കോമൺ ആയിട്ട് ഒരു ശത്രു നമ്മുടെ എല്ലാം പുറകെയുണ്ട്. ഇനി മാഡം കുറച്ച് സൂക്ഷിച്ചേ പറ്റൂ. വേണം വരുൺ. മുൻപാണെങ്കിൽ ആരെങ്കിലും വരട്ടെ, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് ചിന്തിക്കായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. എനിക്ക് ഇവളുടെ കൂടെ ഒരുപാട് ജീവിക്കണം, എന്റെ ആഗ്രഹങ്ങളൊക്കെ തീരുന്നത് വരെ. ശ്യാമ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിട്ട്. ഏടത്തി അത് ഭദ്രമായിട്ട് വെച്ചല്ലോ. അത് വിദഗ്ധമായിട്ട് ദേവരാളത് മോഷ്ടിച്ചു. അതെങ്ങനെ ഏടത്തിയുടെ തെറ്റാവും? വിൽപത്രം പോയാലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോതാ ഇവരുടെ രണ്ടുപേരുടെ പേരിൽ എനിക്ക് നേരിട്ട് എല്ലാം രജിസ്റ്റർ ചെയ്യാലോ. അത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നടത്തിക്കോളാം. ആരായിരിക്കും ശത്രു എന്ന് ഞാൻ ആലോചിക്കുന്നത്. എല്ലാ രീതിയിലും നമുക്ക് പറയുള്ള ആ ശത്രു